അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഫിയ്യ ദർസ് 11 ബൈത്ത് 9. വഹീദുഹു കലിമത്തുൻ വൽ ഖൗലു അം വകിൽമത്തുൻ ബിഹാ കലാമുൻ ഖദ് യുഅം. വാഹിദുഹു അതിൻ്റെ ഏകവചനം, കലിമത്തുൻ കലിമത്തുൻ എന്ന പദമാണ്. വൽ ഖൗലു ഖൗലുൻ എന്ന പദം. അമ്മ അത് ഉൾക്കൊള്ളുന്നതായി. അത് എല്ലാം ഉൾക്കൊള്ളുന്നതായി. വകിൽമത്തുൻ കിൽമത്തുൻ എന്ന പദം. ബിഹാ അതുകൊണ്ട്, കിൽമത്തുൻ എന്ന പദം കൊണ്ട്. കലാമുൻ കലാം. ഖദ് യുഅമ്മു ചിലപ്പോൾ അത് ഉദ്ദേശിക്കപ്പെടും. വേറൊരു വ്യാഖ്യാന പ്രകാരം ഖദ് യുഅമ്മു തീർച്ചയായും അത് ഉദ്ദേശിക്കപ്പെടും. വാഹിദുഹു കലിമത്തുൻ എന്നതിൻ്റെ ആശയം, കലിമുൻ എന്ന പദത്തിൻ്റെ ഏകവചനം കലിമത്തുൻ എന്ന പദമാണ്. വൽ ഖൗലു അമ്മ എന്നതിൻ്റെ ആശയം, ഖൗലുൻ എന്ന പദം കലാമുൻ, കലിമുൻ, കലിമത്തുൻ എന്നിവ ഉൾക്കൊള്ളുന്നു. വകിൽമത്തുൻ ബിഹാ കലാമുൻ ഖദ് യുഅം എന്നതിൻ്റെ ആശയം, കിൽമത്തുൻ എന്ന പദം കൊണ്ട് കലാം എന്ന് ഉദ്ദേശിക്കപ്പെടുന്നു. വാഹിദു എന്നത് മുബ്തദ ആണ്. ഹു മുളാഫുൻ ഇലൈഹി. കലിമത്തുൻ എന്നത് വാഹിദു എന്നതിൻ്റെ ഖബറാണ്. വൽ ഖൗലു അൽ ഖൗലു എന്നത് മുബ്തദ ആണ്. അമ്മ ഫിഅലുൻ വഫാഇലുൻ വഖബറുൽ മുബ്തദഇ. അമ്മ എന്ന ഫിഅലിയത്തായ ജുംല അൽ ഖൗലു എന്ന മുബ്തദഇന്റെ ഖബറാണ്. വകിൽമത്തുൻ കിൽമത്തുൻ എന്ന നകിറ മുബ്തദ ആണ്. ബിഹാ ജാറുൻ വ മജ്റൂറുൻ. യുഅമ്മു എന്നതിനോട് ബന്ധിച്ചതാണ് ബിഹ എന്നത്. കലാമുൻ എന്നത് മുബ്തദഉൻ സാനി. കിൽമത്തുൻ എന്നത് മുബ്തദഉൻ അവ്വലുൻ. കലാമുൻ എന്നത് മുബ്തദഉൻ സാനി.
ഖദ് യുഅമ്മു, ഖദ് ഹർഫു തഖ്ലീലിൻ. വേറൊരു അഭിപ്രായ പ്രകാരം ഖദ് ഹർഫു തഹ്ഖീഖിൻ. യുഅമ്മു ഫിഅലുൻ മുളാരിഉൻ മബ്നിയുൻ ലിൽ മജ്ഹൂലി വനായിബുൽ ഫാഇലി ളമീറുൻ മുസ്തതിറുൻ ഫീഹി ജവാസൻ തഖ്ദീറുഹു ഹുവ യഊദു അലാ കലാമിൻ. അത് കലാമുൻ എന്ന രണ്ടാം മുബ്തദഇന്റെ മേൽ മടങ്ങുന്നു. വാഹിദുഹു ഐ വാഹിദുൽ കലിമി, കലിമുൻ എന്നതിൻ്റെ ഏകവചനം കലിമത്തുൻ, കലിമത്തുൻ എന്നാണ്. കലിമത്തുൻ പദം, കലിമത്തുൻ വാക്ക്, കലിമുൻ പദങ്ങൾ, കലിമുൻ വാക്കുകൾ. വൽ ഖൗലു, ഖൗലുൻ എന്ന പദം അമ്മ, അത് എല്ലാം ഉൾക്കൊള്ളുന്നതായി. അതായത് അമ്മ കുല്ലൻ മിനൽ കലാമി വൽ കലിമി വൽ കലിമത്തി, അത് കലാമുൻ, കലിമുൻ, കലിമത്തുൻ എന്നിവയെ ഉൾക്കൊള്ളുന്നതായി. കലാമിനെ കുറിച്ച് ഖൗലുൻ എന്ന് പറയാം, കലിമിനെ കുറിച്ച് ഖൗലുൻ എന്ന് പറയാം, കലിമത്തിനെ കുറിച്ച് ഖൗലുൻ എന്ന് പറയാം. ഖൗലുൻ എന്ന പദം കലാമിനെയും കലിമിനെയും കലിമത്തിനെയും ഉൾക്കൊള്ളുന്നതാണ്. വ കിൽമത്തുൻ, കിൽമത്തുൻ എന്ന പദം മുബ്തദഉൻ ആഗ്യയാണ്. കിൽമത്തുൻ എന്നത് മുബ്തദ ആണ്, ആഗ്യയാണ്. വജാസ, വജാസ അനുവദനീയമായി, നിയമാനുസൃതമായി, ശരിയായി. അൽ ഇബ്തിദാഉ ആരംഭിക്കൽ, തുടങ്ങൽ. ബിൻ നകിറത്തി സാമാന്യ നാമം കൊണ്ട്. അനിശ്ചയതാർത്ഥ നാമം കൊണ്ട്, അനിശ്ചയാർത്ഥ നാമം കൊണ്ട്, അനിശ്ചയാർത്ഥ നാമം. നക്കിറത്തുൻ സാമാന്യ നാമം, നക്കിറത്തുൻ അനിശ്ചയാർത്ഥ നാമം, അനിശ്ചയാർത്ഥ നാമം. ഭിന്നക്കിറത്തി സാമാന്യ നാമം കൊണ്ട്, ഭിന്നക്കിറത്തി അനിശ്ചയാർത്ഥ നാമം കൊണ്ട്. അനിശ്ചയാർത്ഥം, അനിശ്ചയാർത്ഥ നാമം. നക്കിറത്തുൻ അനിശ്ചയാർത്ഥ നാമം. ഈ അർത്ഥം മറക്കണ്ട. ലിത്തൻവീഇ വിവിധ ഇനങ്ങളാക്കാൻ
വേണ്ടി. ലി അന്നഹ കാരണം തീർച്ചയായും അത്. കിൽമത്തുൻ എന്ന നക്കിറ കൊണ്ട് മുബ്തദ പറഞ്ഞത്, കിൽമത്തുൻ എന്ന നക്കിറയെ മുബ്തദ ആക്കിയത് ലി തൻവീഇ വിവിധ ഇനങ്ങളാക്കാൻ വേണ്ടിയാണ്. കിൽമത്ത് രണ്ടു ഇനമാണ്, കെലിമത്ത് രണ്ടു ഇനമാണ് എന്ന് അറിയിക്കാൻ വേണ്ടിയാണ്. വജാസൽ ഇബ്തിദാഉ ബിന്നകിറതി സാമാന്യ നാമം കൊണ്ട് ആരംഭിക്കൽ അനുവദനീയമായി. ലി അന്നഹ കാരണം തീർച്ചയായും അത് ലി തൻവീഇ വിവിധ ഇനങ്ങളാക്കാൻ വേണ്ടിയാണ്. മുസന്നിഫ് മുഹമ്മദ് ഇബ്നു അബ്ദില്ലാഹി ബിൻ മാലിക് റളിയല്ലാഹു അൻഹും കിൽമത്തുൻ എന്ന നക്കിറയെ മുബ്തദ ആക്കി. നക്കിറയെ മുബ്തദ ആക്കൽ അനുവദനീയമാണ്. എന്തിനാണ് കിൽമത്തുൻ എന്ന നക്കിറയെ മുബ്തദ ആക്കിയത്? കിൽമത്ത് രണ്ടു ഇനങ്ങളാണ് എന്ന് അറിയിക്കാൻ വേണ്ടിയാണ്. ഖദ് യുഅമ്മു ചിലപ്പോൾ അത് ഉദ്ദേശിക്കപ്പെടും, ചിലപ്പോൾ കലാം ഉദ്ദേശിക്കപ്പെടും. ഖദ് യുഅമ്മു എന്നതിന് മറ്റേ വ്യാഖ്യാന പ്രകാരം ഖദ് യുഅമ്മു തീർച്ചയായും അത് ഉദ്ദേശിക്കപ്പെടുന്നു, തീർച്ചയായും കലാം ഉദ്ദേശിക്കപ്പെടുന്നു. കിൽമത്തുൻ എന്ന പദം കൊണ്ട് കലാം എന്ന് ചിലപ്പോൾ ഉദ്ദേശിക്കപ്പെടുന്നു, കിൽമത്തുൻ എന്ന പദം കൊണ്ട് കലാം എന്ന് തീർച്ചയായും ഉദ്ദേശിക്കപ്പെടുന്നു. രണ്ട് വ്യാഖ്യാന പ്രകാരവും പറഞ്ഞു. അയിൽ കിൽമത്തു അതായത് കിൽമത്ത്, ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം. അയിൽ കിൽമത്തു എന്ന് വായിക്കണോ അയിൽ കെലിമത്തു എന്ന് വായിക്കണോ? അയിൽ കിൽമത്തു എന്ന് വായിക്കലാണ് ഏറ്റവും നല്ലത് എന്നാണ് മനസ്സിലാകുന്നത്. കാരണം വ കിൽമത്തുൻ ബിഹാ കലാമുൻ ഖദ് യുഅം, ഇതിലുള്ളത് കിൽമത്തുൻ എന്ന പദമാണല്ലോ. അപ്പോൾ അതിനോട് യോജിക്കാൻ അയിൽ കിൽമത്തു എന്ന് വായിക്കലാണ് നല്ലത്. ഐ അതായത് അൽ കിൽമത്തു കിൽമത്ത്, യുഖ്സദു ഉദ്ദേശിക്കപ്പെടുന്നു, ബിഹ അതുകൊണ്ട്, കിൽമത്തുൻ എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നു. അൽ കലാമു കലാം, ഫില്ലുഗത്തി ഭാഷയിൽ, ലാ ഫിൽ ഇസ്തിലാഹി സാങ്കേതികാർത്ഥത്തിലല്ല. അറബി ഭാഷയിൽ
കിൽമത്തുൻ എന്ന പദം കൊണ്ട് കലാം എന്ന് ഉദ്ദേശിക്കപ്പെടുന്നു. ഇവിടെ പറഞ്ഞ അഭിപ്രായ പ്രകാരം സാങ്കേതികാർത്ഥത്തിൽ കിൽമത്തുൻ എന്ന പദം കൊണ്ട് കലാം എന്ന് ഉദ്ദേശിക്കപ്പെടുന്നില്ല. ഖദ് യുഅമ്മു എന്നതിൻ്റെ ശറഹിൽ അയിൽ കലിമത്തു എന്ന് വായിക്കാൻ പറ്റുമോ? പറ്റുമെന്നാണ് മനസ്സിലാകുന്നത്. അതെങ്ങനെയാണ് മനസ്സിലായത്? ശേഷം ഉദാഹരണത്തിൽ കല്ല ഇന്നഹ കലിമത്തുൻ ഹുവ ഖായിലുഹ എന്നുണ്ടല്ലോ. ആ ആയത്തിൽ കലിമത്തുൻ എന്നാണല്ലോ ഉള്ളത്. അതിൽ നിന്ന് മനസ്സിലാകുന്നത് അയിൽ കലിമത്തു എന്നും വായിക്കാൻ പറ്റുമെന്നാണ്. അയിൽ കലിമത്തു, അതായത് കലിമത്ത്, അതായത് കലിമത്തുൻ എന്ന പദം യുഖ്സദു ഉദ്ദേശിക്കപ്പെടുന്നു, ബിഹ അതുകൊണ്ട്, കലിമത്തുൻ എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നു, അൽ കലാമു കലാം, ഫിൽ ലുഗത്തി ഭാഷയിൽ, ലാ ഫിൽ ഇസ്തിലാഹി സാങ്കേതികാർത്ഥത്തിലല്ല. കലിമത്തുൻ എന്ന പദം കൊണ്ട് അറബി ഭാഷയിൽ കലാം എന്ന് ഉദ്ദേശിക്കപ്പെടുന്നു. കലിമത്തുൻ എന്ന പദം കൊണ്ട് സാങ്കേതികാർത്ഥത്തിൽ കലാം എന്ന് ഉദ്ദേശിക്കപ്പെടുന്നില്ല. നഹ്വു ഉദാഹരണം കല്ലാ ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ. കല്ല, ഒരിക്കലുമില്ല, ഇന്നഹ തീർച്ചയായും ഇത്, കലിമത്തുൻ വാക്കാണ്, ഹുവ അയാൾ, ഖായിലുഹ ഇത് പറയുന്നവനാണ്. കല്ലാ ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹ ഒരിക്കലുമില്ല, അവൻ ചിലച്ചുകൊണ്ടിരിക്കുന്ന ഒരു പൊയ് വാക്കാണത്. ഇന്നഹ തീർച്ചയായും അത്, തീർച്ചയായും ഇത്, ഹാ എന്ന ളമീർ മടങ്ങുന്നത് റബ്ബിർജിഊൻ ലഅല്ലി അഅമലു സ്വാലിഹൻ ഫീമാ തറക്തു എന്നതിലേക്കാണ്. റബ്ബിർജിഊൻ ലഅല്ലി അഅമലു സ്വാലിഹൻ ഫീമാ തറക്തു എന്നതിനെ കുറിച്ചാണ് കലിമത്തുൻ എന്ന് പറഞ്ഞത്. റബ്ബിർജിഊനി ലഅല്ലി അഅമലു സ്വാലിഹൻ ഫീമാ തറക്തു എന്നത് ഒരു കലാമാണ്. റബ്ബിർജിഊനി ലഅല്ലി അഅമലു സ്വാലിഹൻ ഫീമാ തറക്തു എന്ന കലാമിനെ കുറിച്ച് കലിമത്തുൻ എന്ന് അല്ലാഹു പറഞ്ഞു. അതിൽ നിന്ന് മനസ്സിലായി കലിമത്തുൻ എന്നതുകൊണ്ട് കലാം ഉദ്ദേശിക്കപ്പെടുന്നു. വകലിമത്തു ഷഹാദത്തി സാക്ഷ്യവചനം, ഇവിടെയും കലിമത്ത് എന്ന പദം ഉപയോഗിച്ചിട്ടുണ്ട്. വഹുവ ഇത് കസീറുൻ അധികരിച്ചതാണ്, ഫീ കലാമിഹിം അവരുടെ സംസാരത്തിൽ, ഫയുഹ്മലു അപ്പോൾ അത് ചുമത്തപ്പെടുന്നു. ഫയുഹ്മലു ഖദ് അപ്പോൾ
ഖദ് എന്നത് ചുമത്തപ്പെടുന്നു അല തഹ്ഖീഖി തഹ്ഖീഖിന്റെ മേൽ, തീർച്ചയായും എന്ന അർത്ഥത്തിന്റെ മേൽ, ലാ അല തഖ്ലീലി തഖ്ലീലിന്റെ മേൽ അല്ല, ചിലപ്പോൾ എന്ന അർത്ഥത്തിൽ അല്ല. ഇനി ഇന്നത്തെ പാഠത്തിലുള്ള ചില പദങ്ങളും ആ പദങ്ങളുമായി ബന്ധപ്പെട്ട പദങ്ങളും അല്പം വിശദീകരിക്കാം. ഇബ്തിദാഉൻ എന്നത് മസ്ദറാണ്. ഇബ്തിദാഉൻ ആരംഭം, ആരംഭിക്കൽ, തുടക്കം, തുടങ്ങൽ. ഇബ്തദഅ യബ്തദിഉ ഇബ്തിദാഅൻ. ബദഅ യബ്ദഉ. നകിറത്തുൻ സാമാന്യനാമം, നകിറത്തുൻ അനിശ്ചയാർത്ഥനാമം. തൻവീഉൻ എന്നത് മസ്ദറാണ്. നവ്വഅ യുനവ്വിഉ തൻവീഅൻ. കിൽമത്തുൻ കെലിമത്തുൻ കെലിമാത്തുൻ കെലിമുൻ കലാമുൻ എന്നിവയെക്കുറിച്ച് നന്നായി മനസ്സിലാക്കണം. കെലിമത്തുൻ എന്നതിൻ്റെ ജംഉകൾ ഏവ? ഉത്തരം കെലിമത്തുൻ എന്നതിൻ്റെ ഒരു ജംഉ കെലിമാത്തുൻ എന്നാണ്, മറ്റൊരു ജംഉ കിൽമത്തുൻ എന്നാണ്, മറ്റൊരു ജംഉ കെലിമുൻ എന്നാണ്. കെലിമത്തുൻ പദം, കെലിമാത്തുൻ പദങ്ങൾ, കിൽമത്തുൻ പദങ്ങൾ, കെലിമുൻ പദങ്ങൾ. കെലിമത്തുൻ വാക്ക്, കെലിമാത്തുൻ വാക്കുകൾ, കിൽമത്തുൻ വാക്കുകൾ, കെലിമുൻ വാക്കുകൾ. വാക്യം, സംസാരം, പ്രസംഗം, കാവ്യം എന്നീ അർത്ഥങ്ങളിൽ ചിലപ്പോൾ കെലിമത്തുൻ എന്ന പദം ഉപയോഗിക്കുന്നു. വാക്യങ്ങൾ, സംസാരങ്ങൾ, പ്രസംഗങ്ങൾ, കാവ്യങ്ങൾ എന്നീ അർത്ഥങ്ങളിൽ ചിലപ്പോൾ കെലിമാത്തുൻ, കിൽമത്തുൻ, കെലിമുൻ എന്നിവ ഉപയോഗിക്കുന്നു. കലാമുൻ എന്ന പദത്തിൻ്റെ അർത്ഥങ്ങൾ ഏവ? ഉത്തരം വാക്യം, സംസാരം, വർത്തമാനം എന്നീ അർത്ഥങ്ങളിലാണ് കലാമുൻ എന്ന പദം സാധാരണ ഉപയോഗിക്കുന്നത്. ഭാഷ, സംഭാഷണം, പ്രഭാഷണം, പറച്ചിൽ, പ്രസ്താവന, അഭിപ്രായം, സംവാദം, ഭാഷാശൈലി, ഉച്ചാരണ രീതി എന്നീ അർത്ഥങ്ങളിൽ ചിലപ്പോൾ കലാമുൻ എന്ന പദം ഉപയോഗിക്കാറുണ്ട്. കലാമുൻ എന്നതിനെ കുറിച്ച് കിൽമത്തുൻ എന്നും കെലിമത്തുൻ എന്നും പറയാൻ പറ്റും. നിങ്ങൾ ഈ പാഠം പഠിക്കുന്നതിൻ്റെ അനുബന്ധമായി
ഈ പാഠത്തിലെ ഓരോ ലഫ്ദിനെ കുറിച്ചും വിശദമായി പഠിക്കണം. ഖസദ, യഖ്സുദു, ഖസ്ദൻ. ലുഗത്തുൻ എന്ന പദത്തെക്കുറിച്ച് പഠിക്കണം. ലഗ എന്ന ഫിഅലുമായി ബന്ധപ്പെട്ട അനേകം കാര്യങ്ങൾ പഠിക്കാനുണ്ട്. സ്വലഹ, ഇസ്തലഹ എന്നീ ഫിഅലുകളെ കുറിച്ച് ധാരാളം പഠിക്കാനുണ്ട്. യുഹ്മലു എന്ന ഫിഅലിനെ കുറിച്ചും ഹഖഖ, യുഹഖിഖു, തഹ്ഖീഖൻ എന്നിവയെക്കുറിച്ചും ഖല്ലല, യുഖല്ലിലു, തഖ്ലീലൻ എന്നിവയെക്കുറിച്ചും ധാരാളം പഠിക്കാനുണ്ട്. നന്നായി പഠിക്കാൻ അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തആല നമ്മുടെ ദർസ് സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും.